അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഅ്മിനീങ്ങളെ, ആദം നബി അലൈഹിസ്സലാം മുതലുള്ള മുഴുവൻ അമ്പിയാക്കളും ഇവിടെ കടന്നു വന്നിട്ടുള്ളത് അവരുടെ കാലക്കാർക്കും ഗോത്രക്കാർക്കും മാത്രമാണ്. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് തന്നെ കാരുണ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള കാരുണ്യത്തിന്റെ പ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയുടെ മൂലയിൽ മൂത്രമൊഴിക്കുന്ന ഒരു അറാബിയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഇനി മുതൽ പള്ളിയിൽ മൂത്രമൊഴിക്കരുത് എന്ന് സ്നേഹത്തോടെ ഉപദേശിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിൽ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് ഒരു അറാബിയായ മനുഷ്യൻ ശക്തമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലുള്ള തട്ടം വലിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങളുടെ ഗനീമത്തിൽ നിന്ന് എന്തെങ്കിലും ദാനം നൽകണമെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനയൊന്നും കണക്കിലെടുക്കാതെ ആ അറാബിയായ മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടത് ദാനം നൽകാൻ കൽപ്പിക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ ആരോടും ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് എന്തെങ്കിലും ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ എല്ലാവരോടും സത്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാരുണ്യത്തിന്റെ പ്രവാചകരാണ്. നിങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാവണമെങ്കിൽ അഫ്സുസ്സലാം ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ പരത്തുക എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.